ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ച് എൻ.എസ്.എസിനെ വിരട്ടി കാര്യങ്ങൾ നേടാൻ നോക്കേണ്ടെന്ന് ബി.ജെ.പിക്ക് സുകുമാരൻ നായരുടെ താക്കീത്. എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും സമീപനം ബി.ജെ.പി നേതാക്കൾ കണ്ടുപഠിക്കണമെന്നും സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിനെ മതനിരപേക്ഷ കക്ഷികൾ പിന്തുണ നൽകുന്നുണ്ടെന്നും പിണറായി വിജയനും ഇന്ന് സൂചിപ്പിച്ചു. ഇന്ന് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ അവരും അതിന് അവരുടെ അണികളിൽപ്പെട്ട നായന്മാർ എൻ.എസ്.എസിൽ പ്രവർത്തിക്കുന്നതിൽ അവർക്ക് എതിർപ്പില്ല, എൻ.എസ്.എസിന് എതിർപ്പില്ല. അതേ രീതിയിൽ ബി.ജെ.പി പ്രവർത്തകര് എൻ.എസ്.എസിലുള്ളവരുണ്ടെങ്കിൽ എൻ.എസ്.എസിൽ അതേ രീതിയിൽ ബി.ജെ.പി പ്രവർത്തകരും ഈ രാഷ്ട്രീയം ഈ വിഷയത്തിൽ സഹകരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവര് എൻ.എസ്.എസിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയം എൻ.എസ്.എസിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. യു.ഡി.എഫ് ആ രീതിയിൽ എൻ.എസ്.എസിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നുണ്ട്. എൽ.ഡി.എഫും കുറച്ച് മുമ്പ് വരെ സ്വല്പം അകന്നാണ് നിന്നതെങ്കിലും അവർക്കും ഇപ്പം ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിനോട് എതിർപ്പില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ രീതിയിൽ ബി.ജെ.പിയും രാഷ്ട്രീയമായി എൻ.എസ്.എസിനോട് സമീപിക്കണം, അതാണ് വേണ്ടത്. അതിപ്പോൾ അതിനകത്തെ ഒരു ചെറിയ വിഭാഗം ആവശ്യമില്ലാതെ എൻ.എസ്.എസുമായി രാഷ്ട്രീയമായി കൺഫ്രണ്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം വരുന്ന അതിന്റെ നേതൃത്വം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്തണം എന്നാണ് എൻ.എസ്.എസ് പറഞ്ഞത്. ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യും, അതിലൊന്നും ഒരു സംശയമില്ല. കൃത്യമായി നിങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പോ ജി സുകുമാരൻ നായർ അദ്ദേഹം പ്രസംഗത്തിലൂടെ കൃത്യമായി പറഞ്ഞു, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എല്ലാം രഹസ്യമായി, ഞങ്ങൾ ഇനി അതെല്ലാം നടപ്പിലാക്കും, എല്ലാ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കും എന്നുള്ളത് നിങ്ങൾ വടക്കപ്പുറത്തുകൂടി പോയി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിന് തയ്യാറല്ല എന്നുള്ളത് ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും വേണ്ട. അതിനകത്ത് കൃത്യമായ നിലപാടുകൾ ബി.ജെ.പി നേതൃത്വം എടുക്കണം. അല്ല, സുകുമാരൻ നായർ ബഹുമാന എൻ.എസ്.എസ് സെക്രട്ടറി പറയാനുള്ളത് അദ്ദേഹം പറയും. അതിൽ ആള് വേറൊരു രീതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ബി.ജെ.പിയോട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായിട്ടൊരു അടിവരയിട്ടുള്ള ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി പ്രവർത്തിക്കാൻ എൻ.എസ്.എസ് തയ്യാറല്ല. അത് തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. ഓരോ സംഘടനയും അവരുടെ സ്വതന്ത്ര നിലപാടെടുക്കണം. രാഷ്ട്രീയത്തിനകത്ത് കടന്നു കയറി അതിനകത്ത് ജനങ്ങൾ വിവിധ രാഷ്ട്രീയ വിശ്വാസികളാണ്. എൻ.എസ്.എസ് ആയാലും എസ്.എൻ.ഡി.പി ആയാലും നമ്മുടെ നാട്ടിലെ സമുദായ സംഘടനകളൊക്കെ ആളുകൾ ജനിച്ചു വീഴുമ്പോൾ ആ സമുദായത്തിനകത്ത് ചേർക്കപ്പെടുന്നതാണല്ലോ, അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ കുട്ടി ജനിക്കുമ്പോൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അവർ സംഘടനയിലെ ആ മതക്കാരായ ആ ജാതി വിഭാഗമായി മാറും. അങ്ങനെയുള്ള ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടിട്ടുള്ളവരുണ്ടാവും, സജീവമായ സമുദായ സംഘടന പ്രവർത്തിക്കുന്നവരുണ്ടാവും, തീരെ പ്രവർത്തിക്കാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ സ്വന്തമായ രാഷ്ട്രീയമാവാം. ഈ സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എൻ.എസ്.എസ് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എസ്.എൻ.ഡി.പി അതേ നിലപാടായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയം വന്ന് ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. ഈ സംഘടനകളുടെ തന്നെ ഇപ്പൊ ഈ എൻ.എസ്.എസ് പോലത്തെ സംഘടനയ്ക്കകത്ത് തന്നെ അവരുടെ സമുദായ സംഘടന എന്ന നിലയിലുള്ള താല്പര്യത്തെ ഹരിക്കുന്ന തരത്തിൽ വൈദ്യുതി ഉണ്ടാകരുതെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിനിധി സമ്മേളനം, അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് സ്വാഭാവികമായും നായർ സമുദായത്തിന്റെ നേതാവെന്നുള്ളതിനെയും ശ്രീ സുകുമാരൻ നായർക്ക് പ്രതികരിക്കേണ്ടി വരും. ജനം അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല. മറ്റൊന്ന്, എന്നും നായർ സർവീസ് സൊസൈറ്റിയെയും സുകുമാരൻ നായരെയും തെറിയും വിളിച്ചു കിടക്കുന്ന ചില ആളുകളെ, കുറെ ആളുകളെ കൂടെ കൊണ്ടു നടന്ന് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് എൻ.എസ്.എസിനെ അപമാനിക്കുന്ന ഒരു വിഭാഗത്തോടൊപ്പം ചേരുകയില്ല എന്ന് പറയേണ്ടത് നായർ സമുദായത്തിന്റെ സെന്റിമെന്റ്സ്, അവരുടെ മനഃശാസ്ത്രപരമായ സമീപമാണ്. ഒരു വേറൊന്നും പറഞ്ഞില്ലല്ലോ, എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും കുറ്റം പറഞ്ഞില്ലല്ലോ. അവരാരും തെറി പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. അപ്പൊ എൻ.എസ്.എസിനെയും അതിന്റെ നേതൃത്വത്തെയും അപമാനിച്ച് രാജ്യം മുഴുവൻ നടക്കുന്ന ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരെ നാളെ കുമ്മനത്തിനോട് യാതൊരു നാളെ കുമ്മനം അവിടെ വന്നാലും ഒരാക്ഷേപവും ആർക്കുമില്ല. നായർ സമുദായത്തിന്റെ ഒരു അംഗം എന്നുള്ള കുമ്മനത്തിനവിടെ വരാം, അവിടെ പങ്കെടുക്കാം, പോകാം. ഞങ്ങളപ്പം ഇന്ന് പ്രസംഗിച്ചൊന്നുമില്ല, ഞങ്ങളൊക്കെ ഈ പങ്കെടുത്തതേ ഉള്ളൂ. വർഗീയമായി ഉപയോഗിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയിലാകെ ചർച്ച ചെയ്യുന്നതാണ്. ആ കാര്യം ഞങ്ങളുടെ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കൽക്കട്ടയിൽ ഇപ്പോൾ നടന്ന പീഠത്തിൽ ചർച്ച ചെയ്യുന്നു. വാവരും അയ്യപ്പനും തമ്മിലുള്ള ആ പഴയ സൗഹൃദത്തെപ്പറ്റി അറിയുന്ന വിശ്വാസികൾ, ശബരിമല പോയിട്ട് മാലയൂരാൻ അർത്തുങ്കൽ പള്ളിയിൽ പോയി മാലയൂരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ, അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് ആചാരത്തിന് എണ്ണ കൊണ്ടു കൊടുക്കുന്ന ക്രിസ്തീയ ഭവനങ്ങൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ക്ഷേത്രങ്ങളെ ആകെ
ദേവാലയങ്ങളെ ആകെ തന്നെ തങ്ങളുടെ മതവിശ്വാസത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അവിടെ വരുന്ന ആളുകളെ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഏതൊരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്.